ഈ ഗോത്ര വിഭാഗങ്ങളുടെ ഭൂമി സംരക്ഷിക്കാനെന്ന പേരിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഇടപാടുകളൊക്കെ അസം സർക്കാർ നിരോധിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു വാർത്ത അവിടെ നിന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ വ്യത്യസ്ത മതവിശ്വാസികൾക്കിടയിലെ ഭൂമി കൈമാറ്റത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നൊരു മാർഗരേഖയൊക്കെ അവിടെ BJP സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിന് പലതരത്തിലുള്ള വിശദീകരണങ്ങളൊക്കെ മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അജിം സർ, ഈ മതവിഭാഗങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്ന വിശദീകരണം. അംഗീകരിക്കാൻ കഴിയുന്നതാണോ അത്? ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഉത്തരേന്ത്യയിലെ മുസ്ലിം ലൈഫ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നിട്ട് നമ്മൾ കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ലൈഫാണത്. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനുള്ളവരാണ്, സമ്പത്തുള്ളവരാണ്, അവർ ഗൾഫിലെ പോയി പൈസ ഉണ്ടാക്കുന്നവരാണ്, കുറേ കൂടി സാമൂഹിക ജീവിതം കുറേ കൂടി നല്ല രീതിയിൽ രാഷ്ട്രീയ അധികാരമുള്ളവരാണ്. അവർക്കൊരു പാർട്ടിയൊക്കെയാണ് മുസ്ലിം ലീഗ്. നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ ഇന്ത്യയുടെ ദളിത് ആദിവാസി കമ്മ്യൂണിറ്റികളെക്കാൾ താഴെയാണ് മുസ്ലിം ലൈഫ് എന്ന് പറയുന്നത്. അവർക്ക് ഭൂമിയില്ല, അവർ ഗെറ്റോകളിൽ ജീവിക്കുന്നുണ്ട്, ഈ ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, നിരന്തരം അവർ വിദേശികളാണ്, പൗരത്വം ഇല്ലാത്തവരാണെന്ന് പറഞ്ഞാൽ ആട്ടിയോടിക്കപ്പെടുന്നവരാണ്, വഴിയിലിറങ്ങിയാൽ തല്ലിക്കൊല്ലപ്പെടുന്നവരാണ്, ജോലിയില്ലാത്തവരാണ്, ഒന്നുമില്ലാത്തവരാണ്. അപ്പോൾ ഇങ്ങനെ എന്ന് മാത്രമല്ല, നിരന്തരം അവരുടെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈഫ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ള മുസ്ലിം സംഘടനകളുടെ മുമ്പിലുണ്ട്. ഇത് അവർ കാണുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള മുസ്ലിം സംഘടനകൾ എന്ത് ചെയ്യുന്നു? അവർ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും NGOകൾ രൂപീകരിച്ച് സ്കൂളുകൾ ഉണ്ടാക്കുന്നു, കോളേജുകൾ ഉണ്ടാക്കുന്നു, തൊഴിൽ ലഭിക്കാൻ വേണ്ടി, തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വയം തൊഴിലിന് വേണ്ടിയുള്ള ഉപാധികൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള പണം എങ്ങനെ സ്വരൂപിക്കുന്നു വെച്ചാൽ, ഇപ്പോൾ ഈ സക്കാത്ത് പോലുള്ള സംരംഭങ്ങളുണ്ടല്ലോ, അത് സ്വരൂപിച്ചിട്ടും സംഭാവന പിരിച്ചിട്ടുമൊക്കെയാണ് അതവിടെ ചിലവഴിക്കുന്നത്. അങ്ങനെ ചിലവഴിക്കുന്ന വിവിധ മതസംഘടനകൾ കേരളത്തിലുണ്ട്. ഉദാഹരണത്തിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അവരുടെ കീഴിൽ തന്നെ ഈ ബീഹാറിലും ആസാമിലൊക്കെ പല സ്ഥലങ്ങളിലും സ്കൂളുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൺഗോയിങ് പ്രൊജക്ട്സ് ഉണ്ട്, പൂർത്തിയായവയുണ്ട്. അങ്ങനെയുള്ള പല പദ്ധതികൾ. ഇപ്പോൾ KS സിദ്ദിഖ് ഹസൻ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീറിൻ്റെ നേതൃത്വത്തിൽ വിഷൻ 2025 എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതിപ്പോഴും ഓൺഗോയിങ് ആണ്. അതിലും ഈ സ്കൂളുകൾ, വീടുകൾ, സ്വയം തൊഴിൽ പദ്ധതികൾ, അങ്ങനെ പലതുമുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും അത്തരം പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബീഹാറിലുണ്ട്, അത് UPയിലുണ്ട്, ജമ്മു കാശ്മീരിലുണ്ട്, പല സംസ്ഥാനങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. അസമിൽ മാത്രം ആണ് പ്രശ്നം. കാരണം അസം എന്ന് പറയുന്നൊരു കേരളം പോലെ കുറേ കൂടി മുസ്ലിം ജനസംഖ്യയുള്ളൊരു സ്ഥലമാണ്, ഒരു സ്റ്റേറ്റാണ്. നമുക്കറിയാം, ഹിമന്ത ബിശ്വ ശർമ്മ അധികാരത്തിലെത്തിയതിന് ശേഷം അസമിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് നമ്മളിവിടെ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. ഒന്ന്, ഈ പറയുന്ന എൻക്രോച്ച്മെൻ്റ് ഒഴിപ്പിക്കൽ എന്ന് പറഞ്ഞത് ആളുകളുടെ വീടുകളിൽ ഇടിച്ച് നിരത്തുക, അതുപോലെ എൻകൗണ്ടർ കില്ലിങ്ങുകൾ, UAPA ചാർത്തിയ ആളുകൾ ജയിലിലടയ്ക്കുന്ന പണി, ഈ പൗരത്വം എടുത്തു മാറ്റിയ ആളുകളെ ഡിറ്റൻഷൻ സെൻ്ററിലേക്ക് അയക്കുന്ന പരിപാടി, അത് നമ്മൾ UPയിലെ കണ്ടുപോരുന്നതിൻ്റെ ഒരു 50-100 ഇരട്ടിയാണ് അവിടെ നടക്കുന്നുള്ള ഭരണകൂട ഭീകരത എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്തു, മേഘാലയയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയാണ് ഗുവാഹത്തിയിലുണ്ടായിട്ടുള്ള പ്രളയത്തിന് കാരണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന നോക്കുന്നുണ്ടാവും. ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞതാണ്, രണ്ട് സംസ്ഥാനമാണ്. വേറൊരു സംസ്ഥാനത്ത് ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് കീഴിലുള്ള ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. അവരവിടെ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചുകൊണ്ട് അസമിൽ വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് ഇന്നലെ ഈ പ്രസ്താവനയിടയ്ക്ക് അദ്ദേഹം അത് പറയുന്നുണ്ട്. മേഘാലയ സർക്കാർ ആ യൂണിവേഴ്സിറ്റി പിന്തുണയ്ക്കുന്നില്ല, അവരൊരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള NGOകൾ സ്ഥാപിക്കുന്നതിനെ പറ്റി പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഇവിടെ വന്ന് ധാരാളം ഭൂമി വാങ്ങിക്കൂട്ടുന്നു, ഇതെല്ലാം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട NGOകളാണ്, അത് മുസ്ലിം മജോറിറ്റി ഏരിയകളിലാണ് ഇവർ ഈ കോളേജും ഡെൻ്റൽ കോളേജും നഴ്സിംഗ് കോളേജൊക്കെ സ്ഥാപിക്കുന്നത്. എന്തിനു വേണ്ടിയാണത്? ഇവരൊക്കെ ആരാണ്? അപ്പോൾ ഇനി ആരെങ്കിലും അങ്ങനെ ഭൂമി വാങ്ങിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങിയാൽ അവർക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് നിർബന്ധമാകും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയിലെ ഒരു പൗരൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഭൂമി വാങ്ങി ഒരു കെട്ടിടം പണിതാൽ അതിന് സവിശേഷമായി സെക്യൂരിറ്റി ക്ലിയറൻസ് വേണ്ടി വരും. ഇത് കേട്ടുകളില്ലാത്തൊരു കാര്യമാണ്. ഇന്ത്യയിലെ ഏത് പൗരനും, ഇപ്പോൾ നാഗാലാൻഡ്, മുമ്പ് ജമ്മു കാശ്മീർ പോലുള്ള ഈ ഗോത്ര വർഗ്ഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ ലക്ഷദ്വീപ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിന് നിയന്ത്രണമുണ്ട്. അത് ഗോത്രവംശജർക്കുള്ള സവിശേഷമായ അധികാരം ഭരണഘടന നൽകുന്നതാണ്. അതല്ലാതെ ഇന്ത്യയിലെ ഏത് പൗരനും എവിടെയും ഭൂമി വാങ്ങാം. അത് നിയമപരമായിരിക്കണം എന്നേ ഉള്ളൂ. ഇത് സവിശേഷമായ സെക്യൂരിറ്റി ക്ലിയറൻസ് വേണമെന്ന് പറയുകയാണ്. അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നമ്മൾ UPയിൽ കണ്ടുവന്നതിൻ്റെ കുറേ കൂടി മാരകമായ, കുറേ കൂടി തീവ്രമായ മറ്റൊരു വേർഷനാണ് ഇപ്പോൾ അസമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ.
കാരണം യു പിയിലെന്ത് നടന്നാൽ പുറത്തറിയും, കാരണം അവിടെ മാധ്യമങ്ങളുണ്ട്. അസമിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ദേശീയ മാധ്യമങ്ങൾ പലതും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇന്ത്യ ടുഡേ മാത്രമാണ് കുറച്ചൊക്കെ അസം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് അതിന് അവരുടെ ഒരു നോർത്ത് ഈസ്റ്റ് ബ്യൂറോ തന്നെയുണ്ട് അസം കേന്ദ്രീകരിച്ച്. അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് വാർത്തകൾ പുറത്തുവില്ല. അതല്ലാതെ അവിടെ നടക്കുന്ന ഒരു കാര്യം അറിയുന്നില്ല. വലിയ തോതിലുള്ള മനുഷ്യത്വവിരുദ്ധമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഭരണകൂട ഭീകരത അവിടെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണിത്. ഇത് നമ്മൾ കേരളത്തിൽ നിന്നുള്ള മുസ്ലിം സംഘടനകളെ മാത്രം ലക്ഷ്യമിട്ടാണ്. അതിന് അവർക്ക് ആ വർഗീയമായ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. എങ്ങനെയായി അസം സർക്കാരിൻ്റെ നീക്കത്തെ കാണുന്നത്? അല്ലെ, അസമിൽ നടക്കുന്ന ഈ വിഭജന പദ്ധതികളെക്കുറിച്ച് നമ്മൾ എത്രയോ കാലമായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ നേരത്തെ ഇപ്പം നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ അജിംസ് പറയാറുണ്ട്, അവിടുത്തെ വാർത്തകൾ പലപ്പോഴും പുറത്തു വരാറില്ല. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന വിഭജന പദ്ധതികൾ എന്താണ്, അതിൻ്റെ ആഴം എത്രയാണ്, അതിൻ്റെ വിക്ടിംസ് അനുഭവിക്കുന്ന പീഡ എത്രയാണ് എന്നതിനെക്കുറിച്ച് സത്യത്തിൽ മുഖ്യധാര ഡിസ്കസ് ചെയ്യുന്നതേയില്ല. കഴിഞ്ഞ മാസം അവിടെ നടന്നിട്ടുള്ള ഈ കുടിയൊഴിപ്പിക്കലിൻ്റെ പേരിൽ സാധാരണക്കാരായ ദരിദ്രരായ മനുഷ്യരെ, പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ആട്ടിയിറക്കി വിടുന്നത് നമ്മൾ കണ്ടാണ്. അപ്പോൾ അത് എന്തുമാത്രം മാരകമായ സ്വഭാവത്തിൽ അത് വികസിക്കുന്നു എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇത്. ഇപ്പോൾ അമൃത എവിടെയെങ്കിലും സ്ഥലം വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് സ്ഥലം വാങ്ങിക്കുക എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് സ്ഥലം വാങ്ങിക്കുക, സർക്കാരിന് നികുതി അടയ്ക്കുക പോലെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഇവിടെ നിർവഹിക്കാനുള്ളൂ. പക്ഷേ നിങ്ങൾ അസമിൽ പോയി സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥലം വാങ്ങിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ ഗവൺമെൻറ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കണം, ഈ സ്ഥലം വാങ്ങിക്കാൻ ഞാൻ പദ്ധതി ഇടുന്നുവെന്ന്. അപ്പോൾ ഗവൺമെൻറ് എല്ലാ വശങ്ങളും പരിശോധിക്കും അത്രേ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് പൈസ വന്നിട്ടുള്ളത്, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, സെക്യൂരിറ്റി റീസൺസ്. അപ്പോൾ ഗവൺമെൻറ് കുറേ ക്രൈറ്റീരിയ ഉണ്ട്, വേറെ എവിടെയില്ല. ഇത് അവർ പരിശോധിച്ച ശേഷം ഈ സ്ഥലം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുമോ, ഈ കൈമാറ്റം സാധുവാണോ, ഇത് അംഗീകരിക്കാൻ കഴിയുമോ എന്നുള്ള അവരുടെ ക്ലിയറൻസ് ഉണ്ടെങ്കിലേ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റുള്ളൂ. ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഞാൻ പോയിട്ട് ഒരു സ്ഥലം വാങ്ങിക്കാൻ തീരുമാനിക്കുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഇത്ര പൈസയുണ്ട്, ഞാൻ ഈ സ്ഥലം വാങ്ങിക്കാൻ തീരുമാനിക്കുമെന്ന് പറയുന്നത് ഗവൺമെൻറ് പറയുകയാണ് വാങ്ങിക്കേണ്ട, നിങ്ങളുടെ കയ്യിലെ പൈസയെക്കുറിച്ച് സംശയമുണ്ട്, നിങ്ങളത് എന്തിനു ഉപയോഗിക്കുമെന്നതിനെക്കുറിച്ച് സംശയമുണ്ട്, നിങ്ങളത് മറ്റ് പല പർപ്പസിന് ഉപയോഗിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചില ഇൻപുട്സ് ഉണ്ട്, വാങ്ങിക്കേണ്ട എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റില്ല. അത് എന്തൊരു അവസ്ഥയാണെന്ന് ഓർക്കണം. അപ്പോൾ ഇത് കേരളത്തിൽ നടക്കമുള്ള ഏജൻസികളെക്കുറിച്ച് ഉള്ള വലിയ പ്രശ്നം ഉന്നയിക്കുന്നു ഹിമന്ത ബിശ്വ ശർമ്മ. അയാൾ പറയുന്നത് ഈ കേരളത്തിൽ നിന്നുള്ള ആളുകളൊന്ന് ഇവിടുന്ന് സ്ഥലം വാങ്ങി കൂട്ടുന്നതാണ്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന NGO-കൾ പ്രവർത്തിക്കുന്നു, അവിടെയുള്ള ഏറ്റവും ദരിദ്രരായ മനുഷ്യരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അടിസ്ഥാന അവകാശം അവർക്ക് ലഭ്യമാക്കുക എന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് വ്യക്തികൾ തന്നെയും പോയി പല സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ അത് തടയുക. ഗവൺമെൻറ്റായിട്ട് ഇവർക്കൊന്നും കൊടുക്കാൻ പോകുന്നില്ല. ഇവരെ ഗവൺമെൻറ് ചില നടപടിക്രമങ്ങൾ ഇവരെ വീടുകളിൽ നിറക്കി വിടുക, അവരുടെ പൗരത്വം നിഷേധിക്കുക, അവരുടെ ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിലയില്ലാക്കയത്തിൽ നിൽക്കുന്ന മനുഷ്യരെ രക്ഷിക്കാൻ ചില ആൾക്കാർ വരുമല്ലോ, അവരെയും കട്ട് ചെയ്യാന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമാണിത്. കേരളം വലിയ തോതിലുള്ള പ്രളയം അനുഭവിച്ച കാലത്ത് UAE-യിൽ നമുക്ക് കുറച്ച് പൈസ വരുമെന്ന് തീരുമാനിച്ചു എന്ന വാർത്ത വന്നു. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നില്ലല്ലോ. അദ്ദേഹം പൈസ വന്നിട്ടില്ല, പക്ഷെ അത് കട്ട് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. അതുപോലെയാണ് നിങ്ങൾ നിലയില്ലാ കാര്യത്തിലെ എടുത്തെറിയാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ എറിയാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ അതിൽ സഹായഹസ്തവുമായിട്ട് വരുന്ന മനുഷ്യരെയും ബ്ലോക്ക് ചെയ്യുക എന്നുള്ള പ്രോജക്റ്റിൻ്റെ ഭാഗം, അല്ലെങ്കിൽ പിന്നെ ഇതെന്താണ്? അപ്പം നാളെ അവിടെയുള്ള ഒരാൾ തന്നെ, അസമീ സ്വദേശിയായ ഒരാൾ തന്നെ, അയാളൊരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് വരുന്നയാൾ, അയാൾക്ക് ഒരു ടൗണിൽ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കണം, ടൗണിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ആക്സസ് എടുക്കുക എന്നുള്ള അർത്ഥം. അത് വേണമെങ്കിൽ ഗവൺമെൻറ് കട്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ ടൗണിൽ വന്ന് 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കേണ്ട, നിങ്ങൾ ഏതെങ്കിലും ചേരിയിൽ താമസിച്ചാൽ മതി, ടൗണിൽ വന്നാൽ സെക്യൂരിറ്റി പ്രശ്നമുണ്ട്, നിങ്ങളുടെ പൈസയെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞ് മുഖ്യധാരയിലേക്കുള്ള ആക്സസ് കട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഈ നിയമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ന്യായമായും സംശയിക്കണം. അപ്പോൾ അസമിൽ നിന്ന് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന കഥകൾ, ആ വിചിത്രമായ കഥകൾ അങ്ങേറ്റം ഭയം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അർഹതയുണ്ട് എന്നിരിക്കെ ഒരു മതത്തിനെതിരെ വേണ്ടി മാത്രം നിരന്തരമായി ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയെ കാണുന്നു. കോൺഗ്രസിൽ നിന്ന് പോയ ആളെ കേട്ടോ, കോൺഗ്രസിൽ നിന്ന് പിണങ്ങി അവിടെ പോയതാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരമാവധിയുള്ള ഒരു വിഭജനത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അസമിലെ മനുഷ്യരെക്കുറിച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നും. കാരണം ഒരു ഭരണകൂടം ആരും അവരെക്കുറിച്ച് ഒരു ഓഡിറ്റ് നടക്കുന്നില്ല, ആർക്കും ഒരു കൺസേണുമില്ല, ഒരു സമരവുമില്ല, പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊന്നും തന്നെ ഒരു പ്രധാന വിഷയമാക്കി അതിനെ എടുക്കുന്നുമില്ല. എനിക്ക് ഒരു കാര്യമുള്ളത്, ഈ ഇപ്പുറത്ത് നിൽക്കുന്ന കക്ഷികൾ അവർക്ക് കുറച്ചൊക്കെ ഈ അസമിൻ്റെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി എടുക്കാവുന്നതാണ്. അസം ഒരു പ്രത്യേക കേസ് സ്റ്റഡി ആവേണ്ടതാണ്, ഒരു പ്രത്യേക കേസാണ്. ഇന്ത്യൻ മതനിരപേക്ഷ ആശയം, ഇന്ത്യൻ ജനാധിപത്യ ആശയം എന്നും തുല്യാവകാശ നിയമം പോലുള്ള എല്ലാ കോൺസെപ്റ്റ്സിനെതിരായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. സോ അസമിനെ കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കാനും അതിന് പ്രതിരോധം തീർക്കാനും ഒക്കെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധ്യതയുണ്ട്. അവർ ചെയ്യേണ്ടതാണെന്നാണ് ഞാൻ പറയാം.